ഹലോ, വീട്ടിലിരുന്നിട്ട് നല്ലൊരു തുക വരുമാനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇതുപോലത്തെ ഒരു ഫ്ലവർ ക്ലിപ്പാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു തുണിയാണ് കേട്ടോ. അത് വേസ്റ്റ് ക്ലോത്താണ് എടുത്തേക്കുന്നത്. നമ്മുടെ വെട്ട് കഷ്ണം ഉണ്ടല്ലോ, ആ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് കോണിച്ചാണ് കേട്ടോ വെട്ടിയേക്കുന്നത്. കോണിച്ച് വെട്ടിയെടുക്കുക. എല്ലാവർക്കും അറിയാം, നമ്മുടെ നെക്കൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ കോണിച്ച് വെട്ടുന്ന കണക്ക് നമ്മളതങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. അത് 5 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ 50 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനുശേഷം ഈ കോണിച്ച് വന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു വശത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ദാണ്ടെ ഇത് കാണിക്കുന്ന കണക്ക് തന്നെ നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. രണ്ടായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം വേണ്ട ഈ ഒരു അറ്റഭാഗം ഉണ്ടല്ലോ, അറ്റഭാഗം ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കോണിച്ച് മടക്കുക. കണ്ടല്ലോ, കോണിച്ച് മടക്കിയതിന് ശേഷം വേണ്ട ഇതുപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഒരു 10-15 തവണ നമുക്ക് വേണ്ട ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോഴത്തേനും നമുക്കൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു സെൻറ്റർ ഭാഗം വേണോ അത്രത്തോളം നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. വട്ടത്തിൽ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കോണിച്ച് മടക്കുക. അതിന് ശേഷം വേണ്ട ഇതുപോലെ നമുക്ക് വട്ടത്തിൽ ഇതുപോലെ ചുറ്റി എടുക്കാം കേട്ടോ. ഒരു 10-15 പ്രാവശ്യം നിങ്ങൾക്ക് യുക്തിപൂർവ്വം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 10-15 പ്രാവശ്യം ഇതുപോലെ മടക്കി കൊടുക്കുക. നന്നായിട്ട് ചുറ്റിയതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സൂചി നന്നായിട്ട് കുത്തി ഇറക്കി നമുക്ക് തയ്ച്ചു കൊടുക്കണം. ഒരു 2-3 സ്റ്റിച്ച് മാത്രം അതിൽ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് വട്ടത്തിലാക്കിയതിന് ശേഷം 2-3 സ്റ്റിച്ച് നമുക്ക് അതിലൊന്ന് ചെയ്യണം കേട്ടോ. നല്ല പാടാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കുത്തി ഇറക്കാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 4 വരി നൂലായിട്ട് എടുക്കുക. അതുപോലെ തന്നെ സെയിം കളർ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക. സൂചി നല്ല കട്ടിയുള്ള സൂചി എടുക്കുക. അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ 4 തവണ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് ആ തയ്യൽ കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. നല്ല കട്ടിയാണ് കേട്ടോ ആ ഭാഗത്ത്. നല്ലോണം നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ കിട്ടും. അതിനുശേഷം ബാലൻസ് ഉള്ള ഈ ഒരു താപ്പോട്ട് കിടക്കുന്ന ഇതുണ്ടല്ലോ, അത് ഇതുപോലെ നേരത്തെ നമ്മൾ നമ്മൾ മടക്കിയിട്ടില്ലേ രണ്ടായിട്ട് മടക്കിയിട്ടില്ലേ ആ മടക്ക് ഭാഗം നമുക്ക് ആ ഓപ്പൺ ഭാഗം രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. താഴെ വരെ നമുക്ക് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കും. നമ്മൾ കെട്ടോ പൂട്ടോ ഒന്നും ഇടാൻ പാടില്ല. മാലയിൽ മുത്തുകോർക്കുന്നല്ല, നൂലിൽ മുത്തുകോർക്കുന്ന കണക്ക് തന്നെ നമ്മൾ ഇതുപോലെ കോർത്ത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സൂചി കൊള്ളാനുള്ള ചാൻസ് ഏറെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പമുള്ള ഫ്ലവറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 10 സെൻറ്റിമീറ്റർ എടുക്കാം, നിങ്ങൾക്ക് 15 സെൻറ്റിമീറ്റർ എടുക്കാം, 20 സെൻറ്റിമീറ്റർ എടുക്കാം. ചില ഫ്രോക്കിൻ്റെയൊക്കെ ഈ സെൻറ്റർ ഭാഗത്തും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഫ്ലവറാണ് കേട്ടോ. നമുക്കിത് ഏത് ക്ലിപ്പിൽ വേണമെങ്കിലും വെക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിൽ വെക്കാം, ഹെയർ ബണ്ണി വെക്കാം, ഹെയർ ക്ലിപ്പിൽ വെക്കാം. ഏതിലും കൂടെ വേണമെങ്കിലും സ്യൂട്ടബിളായി പോകുന്നൊരു ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെട്ട് പീസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ബാലൻസ് വന്ന തുണികൾ, ചുരിദാറൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന തുണികൾ കോൺ ഷേപ്പിൽ വെട്ടിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോൺ ഭാഗം കാണും. ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് ആ കോൺ ഭാഗം നമുക്ക് അതുപോലെ തന്നെ കോണിച്ച് തന്നെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ കോണിച്ച് തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെട്ടി കഴിയുമ്പോൾ നിങ്ങൾ തയ്ച്ച് വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ബാലൻസ് വന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ എൻ്റെ ഭാഗം വരെ നമുക്ക് ആ ഒരു സൂചി ഇങ്ങനെ കയറ്റി ഇറക്കി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കെട്ടോ പൂട്ടോ ഒന്നും ഇടാൻ പാടില്ല, എങ്കിലേ നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നൂലിരിക്കുന്ന പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ താഴെ കിടക്കുന്ന നൂലൊന്നും പ്രശ്നക്കാരേ അല്ല, അത് നമ്മൾ ഒട്ടിച്ച് മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ബാലൻസ് വന്ന ആ ഒരു നൂല് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു ബാലൻസ് വന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് എത്രത്തോളം നീളം എടുക്കുക അത്രത്തോളം നീളം എടുക്കാം കേട്ടോ. 50 സെൻറ്റിമീറ്ററിൽ കൂടണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ ഫ്ലവറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു റൗണ്ട് പോലെ ചെയ്ത് വെച്ചില്ലേ, കട്ട് ചെയ്ത ആ ഒരു ഭാഗം, ആ ഒരു ഏറ്റവും അറ്റത്ത് നമ്മൾ കുറച്ച് പശ ഇതുപോലെ തേച്ച് എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒന്ന് റൗണ്ട് ഷേപ്പിൽ. വീണ്ടും നമ്മൾ ആ ഒരു താഴ്ഭാഗത്ത് വീണ്ടും നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കുക കേട്ടോ. പശ തേച്ച് കൊടുത്തിട്ട് നൂലൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും കുറച്ച് പശ തേച്ച് നമ്മൾ ഇതുപോലെ കറക്കി ഒട്ടിക്കുക. കണ്ടല്ലോ, വീണ്ടും നമ്മൾ ആ താഴ്ഭാഗത്ത് വീണ്ടും കുറച്ച് പശ തേക്കുക.
ഇതുപോലെ ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരണം കേട്ടോ. നൂലൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ, നൂലൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ ദാണ്ട് ഇതുപോലെ നമുക്ക് ദാണ്ട് ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നിങ്ങൾ കളർഫുള്ളായിട്ടുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കോട്ടണിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഭംഗി വരത്തില്ല കേട്ടോ. കോട്ടണിലൊന്നും ചെയ്യാതിരിക്കുക. കോട്ടണിൽ ചെയ്യാം, പക്ഷേ എങ്കിൽ കോട്ടണിൽ ചെയ്ത് ഇത്ര ഭംഗി വരത്തില്ല. അപ്പോൾ ദാണ്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. അപ്പോൾ നീളം ലെങ്ത് ഒരുപാടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വലിപ്പം കൂടുതലനുസരിച്ചാണ് ഭംഗി വരുന്നത് കേട്ടോ. ഇത് ചെറിയ അലിഗേറ്റർ ക്ലിപ്പിനകത്തോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് 5 പൂവാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തന്നെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്താണ് എല്ലാ ഭാഗത്തും കുറച്ച് പശ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. നല്ല ഭംഗിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒറ്റ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒട്ടിക്കുമ്പോൾ നമുക്കിത് ഇതുപോലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി, അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. എന്താണ് നമ്മുടെ ഉടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ചേക്കുന്ന ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. കണ്ടോ, കുഞ്ഞു പിള്ളേരെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫ്ലവർ കണ്ടോ, ഇതുപോലത്തെ ഫ്ലവറാണ്. അതിന് വലിപ്പം കൂടുന്നതിനനുസരിച്ച് വീതി നീളം കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ അതുപോലെ കിട്ടുന്നത്. ഇത് ചെറിയ പൂവായതുകൊണ്ടാണ് ചെറിയ രീതിയിലും ചെറിയ അളവിലും എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പശ ഇതിനകത്തോട്ട് തേച്ച് കുറച്ച് പശ നമുക്ക് ക്ലിപ്പിൻ്റെ ബാക്കിലും കൂടെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒട്ടിയിരിക്കും, ഇതിനകത്ത് നന്നായിട്ട് ഒട്ടിയിരിക്കും. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ, നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ സമയ ലാഭത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്തും അവിടെ എവിടെയൊക്കെ വേണമെങ്കിൽ കുറേ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡ് കളറിലേക്ക് സ്റ്റോണുകൾ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സെൻറ്റർ ഭാഗത്തൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സെൻറ്റർ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിനകത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡിനകത്തോ ഹെയർ ബണ്ണിനകത്തോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സൈഡിലോ ഒക്കെ ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഒക്കെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ലൊരു സാധനമാണ്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പുറത്ത് നമ്മൾ കടയിലൊക്കെ ഇത് അന്വേഷിക്കുകയാണെങ്കിൽ നല്ല പൈസയാവും ഇല്ലേ. അപ്പോൾ നമുക്കിത് തന്നെ ചെയ്യാം. പ്ലെയിൻ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ, പ്ലെയിൻ ഫ്രോക്കൊക്കെയാണ്, കുഞ്ഞുങ്ങളുടെ പ്ലെയിൻ ഫ്രോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ നമുക്ക് സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ ആ കൈയുടെ ഈ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ കുഞ്ഞായിട്ട് നമുക്ക് കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കിയിട്ട് 3 എണ്ണമായിട്ട് നമ്മുടെ എന്താണ് ഒരു സൈഡിൽ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കലും മടി പിടിച്ചിരിക്കാതെ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി വീഡിയോ ആയിട്ട് ഇട്ടാലും യൂട്യൂബിൽ ഇട്ടാലും നമുക്ക് വരുമാനം കിട്ടുന്നതായിരിക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇതൊക്കെ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ച് മടി പിടിച്ചിരിക്കാതെ നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇതുണ്ടാക്കിയത്. വെറും 8 കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ബൈ.